ഇവിടെ പറഞ്ഞതുപോലെ ആശ ഒരു കേന്ദ്ര സ്കീമാണ് സർ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന നാമധേയം, അതാണ് ആശയുടെ വിപുലമായിട്ടുള്ള എക്സ്പാൻഷൻ സർ. സർ, അതിൽ ഇവരെ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് ഈ സ്കീം വിഭാവനം ചെയ്യുന്നത്. അവിടെ ഇവരെ തൊഴിലാളികളാക്കണം എന്നുള്ള, അവർ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലപാടിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം നമുക്ക് തുടർച്ചയായിട്ടും ആവശ്യപ്പെടാം സർ. 2007 സർ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇത് ആരംഭിച്ചത്, ആശ സ്കീം ആരംഭിച്ചത് സർ. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 26,125 പേരാണ് സർ 14 ജില്ലകളിലായിട്ട് പ്രവർത്തിക്കുന്നത് സർ. സർ, 2011-12 സംസ്ഥാന ബജറ്റിൽ അന്നത്തെ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അംഗം അക്കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇവർക്കൊരു ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു സർ. അവിടെ നിന്ന് 2016 ഓണറേറിയം 1000 രൂപയായിരുന്നു സർ. ഇന്ന് അത് 7000 രൂപയായി സംസ്ഥാന സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട്. നാം കാണേണ്ടത്, ഇത് സംബന്ധിച്ച് പല തെറ്റായ കാര്യങ്ങളും ചില മാധ്യമങ്ങളെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. സർ, ആ ഓണറേറിയം മാത്രമല്ല, അപ്പോൾ തെറ്റായിട്ട് അതും വ്യാഖ്യാനിക്കുന്നുണ്ട് സർ. ഓണറേറിയം മാത്രമാണ്, അങ്ങനെയല്ല. ഓണറേറിയം കൂടാതെ 3000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ് ഉണ്ട് സർ. ആ ഫിക്സ്ഡ് ഇൻസെന്റീവ് കൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കും, ഇപ്പൊ ഒരു കുഞ്ഞിന് ഇമ്മ്യൂണൈസേഷൻ, അത് സാധാരണ ഇമ്മ്യൂണൈസേഷന് 20 രൂപ എന്നുള്ളതാണ്. നാം കാണേണ്ടത്, ആശാ സ്കീം തുടങ്ങുമ്പോൾ കേന്ദ്രം നിശ്ചയിച്ച ഇൻസെന്റീവാണ് 20 രൂപ എന്നുള്ളതാണ്. ഞാൻ 2024 ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി, പുതിയ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇവിടെയുണ്ട്. പ്രീ ബജറ്റ് ഡിസ്കഷന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇക്കാര്യം, അതായത് സ്കീം വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള അവർക്ക് നൽകുന്ന കേന്ദ്ര വിഹിതങ്ങളിൽ വർധന ഉണ്ടാകണം എന്നുള്ളതാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഡൽഹിയിൽ ഇക്കാര്യം ഉന്നയിച്ചതായിട്ട് രേഖകളുണ്ട് സർ. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഫിക്സ്ഡ് ഇൻസെന്റീവ് കൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെന്റീവ് ഉണ്ട് സർ. സർ, ജനുവരിയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ആശമാർക്ക് 90% ആശമാർക്ക് കേരളത്തിൽ ലഭിക്കുന്ന തുക 10,000-നും 13,000-നും ഇടയിലാണ് സർ. 90% ആശമാർ, അതായത് 26,125 പേരിലും 90% പേർക്കും 10,000-നും 13,000-നും ഇടയിൽ തുക അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട് സർ. സർ, 10 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 7,000 രൂപ നൽകി വന്നിരുന്നത്. 2017 ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സർ. അപ്പൊ ആശമാര് ഫെബ്രുവരി മാസം 6-ാം തീയതി ഇവിടെ സമരം നടത്തി. ആ സമരത്തെ തുടർന്ന് അവരെന്നെ കാണാൻ വന്നു, ഇക്കാര്യം ഉന്നയിച്ചു. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനം, ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ സർ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. 7-ാം തീയതി തന്നെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഒരു പ്രൊസീഡിംഗ്സ് ഇറക്കി, ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് സർ. സർ, കേരളത്തിൽ ആശമാരുടെ പ്രവർത്തനം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ അവർക്ക് അമിതമായിട്ടുള്ള ജോലിഭാരം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി ഫീൽഡ് തലത്തിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് ആശയവിനിമയം നടത്തി 2-2.5 വർഷം മുൻപ് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരുന്നു സർ. 2023 ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില ചാനൽ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്, ഇന്നയിടത്ത് മെറ്റേണിറ്റി ലീവ് ഉണ്ട് സർ. നേരത്തെ തന്നെ മെറ്റേണിറ്റി ലീവ് അനുവദിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി സർ 2023 പ്രത്യേകമായിട്ടൊരു ഉത്തരവും അതിന്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സർ. സർ, അപ്പോ തീർച്ചയായിട്ടും ആശമാരുടെ പ്രവർത്തനം വളരെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അവർക്ക് നിലവിൽ അവരുടെ സ്കീം വിഭാവനം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റം വരണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സർ, ഇതിന്റെ ഭാഗമായി ആശമാർ ഉന്നയിച്ചിട്ടുള്ള, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ സർ, ഇപ്പൊ നമ്മുടെ ശൈലി പോപ്പുലേഷൻ സർവേ നടക്കുന്നു. അതേ സമയം തന്നെ കേന്ദ്രത്തിന്റെ ഒരു TV പ്രോഗ്രാം വന്നു. അപ്പോ അതിന് ചുമതലയുള്ള ചില 1-2 ഉദ്യോഗസ്ഥർ TV പ്രോഗ്രാമിന്റെ സർവേ പ്രത്യേകം നടത്തണമെന്ന് പറഞ്ഞു. 6-ാം തീയതിയിലെ സമരത്തിൽ ആശമാർ ഇക്കാര്യം കൂടി ഉന്നയിച്ചു സർ. അപ്പോ ഈ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ശൈലി സർവേയിൽ ഇത് ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി സർ. ഇനി ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന്, അതായത് ഈ സ്കീം സംബന്ധിച്ച കാര്യങ്ങളിൽ കാതലായ മാറ്റം വേണമെന്ന് പറഞ്ഞു സർ. 2023-24 സാമ്പത്തിക വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ. 1 രൂപ പോലും നൽകിയിട്ടില്ല സർ. നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. അന്ന്, അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം പറയും ഇത്ര കോടി രൂപ നിങ്ങൾക്ക് തരും. ഇതിൽ 60% കേന്ദ്രം തരും, 40% സംസ്ഥാനം നൽകും. ഞാൻ ഇൻസെന്റീവിന്റെ കാര്യം പറഞ്ഞല്ലോ സർ. അത് കേന്ദ്രം മാത്രമല്ല നൽകുന്നത്. ഫിക്സഡ് ഇൻസെന്റീവും മറ്റ് ഇൻസെന്റീവും കേന്ദ്രവും സംസ്ഥാനവും 60-40 അനുപാതത്തിലാണ് നൽകുന്നത്. ഈ പറഞ്ഞ തുകകളെല്ലാം തന്നെ 7000 രൂപ സംസ്ഥാനം മാത്രം നൽകുന്ന ഓണറേറിയമാണ്. സർ, ഈ 100 കോടി രൂപ കേന്ദ്രം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടായിട്ടില്ല. അക്കാര്യം സാക്ഷാത്കരിച്ചിട്ടുമില്ല എന്നുള്ളത് കൂടി ഈ സഭയെ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയത്തിൽ അതിൽ അംഗം പറഞ്ഞ അതേ നിലപാട് തന്നെ സർക്കാരിനും ആ നിലപാടാണ് സാർ ഉള്ളത്. അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശമാർ കൂടി ഉൾപ്പെടണം എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ഈ കാര്യം കേന്ദ്രത്തോട് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. സാർ, തീർച്ചയായിട്ടും ഉണ്ട് സാർ. അതാണ് ഞാൻ പറഞ്ഞത്. ആ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില മാധ്യമങ്ങൾ, ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത മന്ത്രിയുടെ വാദം എന്നാണ്. സാർ, വാദമല്ല, നമ്മുടെ മുന്നിലുള്ള കണക്ക്, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ, കണക്കുകളാണ് സാർ. ഇപ്പൊ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാം കൂടി 10,000 രൂപ നൽകാം. അതിവിടെ ഒരു മാധ്യമത്തിന് വലിയ ബ്രേക്കിംഗ് വാർത്തയായിരുന്നു സാർ. സാർ, എല്ലാ ഓർഡറേറിയവും ഇൻസെന്റീവും എല്ലാം കൂടെ 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ 10,000-നും 13,000-നും ഇടയിൽ 14,000 വാങ്ങിക്കുന്ന ആശമാരും ഉണ്ട് സാർ. സാർ, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലും രേഖകളുടെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത്. ഈ നിലയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ്. സ്ട്രക്ചേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആശമാർക്ക് 10,000-നും 13,000-നും ഇടയിൽ അവർക്ക് വേതനം ഒരു മാസം ലഭിക്കുന്നത്. സാർ, അതോടൊപ്പം തന്നെ ദേശീയാരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ഇപ്പോഴത്തെ പാർലമെന്റ് സെഷന് തൊട്ടു മുൻപും എംപിമാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു സാർ. ആ മീറ്റിംഗിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട CMന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യം പ്രത്യേകമായിട്ട് ആരോഗ്യ വകുപ്പിന്റെ എന്തൊക്കെ വിഷയങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കാനുള്ളത് എന്ന് ചർച്ച ചെയ്തപ്പോൾ ഇക്കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തി ഇക്കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നുള്ളതും സംസ്ഥാനത്തിന് ലഭിക്കാനായിട്ടുള്ള 600 കോടിയിലധികം രൂപ അതിൽ ലഭിക്കണം, അത് നേടിയെടുക്കണം എന്നുള്ള കാര്യവും ആ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു. അത് ബഹുമാനപ്പെട്ട MPമാർ ആ വിഷയം ഉന്നയിക്കണം എന്നുള്ളതാണ് സർ എനിക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് കേരളത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ആശമാരുടെ ഉൾപ്പെടെയുള്ള ആവശ്യമാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MPമാർ കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കണം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ.